കുഞ്ഞമ്മ ഈ വീഡിയോ എന്റെ കോളേജിൽ പിള്ളേർ കാണാൻ കുഞ്ഞ പച്ചത്തവള വേഴ്സസ് ചൊറുത്തവള എന്ന് നമ്മളറിയാതൊക്കെ പറഞ്ഞു പോവും. നമ്മളെ ചേച്ചിയുടെ തല ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്, മാന്യത അത്യാവശ്യമായതുകൊണ്ട്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇതിന്നിപ്പോ നമ്മുടെ പാറുക്കുട്ടിയുടെ മുടി, പാറുക്കുട്ടി അവിടെ ഉണ്ട്, അവിടെ കിടന്ന് കുളിച്ച് നീന്തി തുടിക്കുകയാണ്. പാറുക്കുട്ടിയുടെ മുടി സ്ട്രെയിറ്റനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്ന് ബ്യൂട്ടി പാർലറിൽ വന്നതാണ്. സ്ട്രെയിറ്റനിങ് അല്ലേ, സ്മൂത്തനിങ് ആണ് കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ കുക്കിരി മുടി നീഗ്രോകൾക്ക് അതിൻ്റെ ആവശ്യമുണ്ട്, അതുകൊണ്ട് എനിക്ക് വലുതായിട്ട് അറിയത്തില്ല. ഇത് നമ്മുടെ ട്രിവാൻഡ്രത്താണ് കേട്ടോ. ട്രിവാൻഡ്രത്ത് നമ്മുടെ പുന്നക്കുളം എന്ന സ്ഥലത്തുള്ള വൺ ടച്ച് ബ്യൂട്ടി പാർലറിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തിനാണ് ഈ ഒരുക്കമെന്നൊക്കെ നിങ്ങൾ ചോദിച്ചാൽ, പാറുവിൻ്റെ കോളേജിൽ ആനിവേഴ്സറിയാ പാറു, ആനുവൽ ഡേ. പാറു ചേർന്നിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ, പക്ഷെ അവിടെ ആനുവൽ ഡേ ഒക്കെ ആയിട്ടുണ്ട്. അവിടെ എന്തോ മറ്റേ കഥാപ്രസംഗവും നാടകവും ചവിട്ട് നാടകവും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ അതിനുവേണ്ടി പ്രത്യേക രീതിയിൽ തയ്യാറാക്കി എടുക്കണമല്ലോ ആളിനെ, അതിന് വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ പാറുക്കുട്ടിയുടെ മുടി കഴിയുന്നത് കാണാം. പാറു അങ്ങനെ കുളിയും നനയൊന്നും ഇല്ലായിരുന്നു. നീ കുളിച്ചിട്ട് എത്ര ദിവസമായിടി? ഒരാഴ്ചയായി. അപ്പോൾ ഇത് മറ്റേ മുടിയിൽ കിളിയൊക്കെ കൂട്ടിയത് കൊണ്ട് ഞാൻ ബ്യൂട്ടി പാർലറിൽ കൊണ്ടുവന്ന് കാശ് കൊടുത്ത് അവളെ കഴുകിപ്പിക്കുകയാണ്. സ്മൂത്തനിങ് ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റേജാണിത്. മുടിയെല്ലാം ഒട്ടും ഡേർട്ടില്ലാതെ നന്നായി വാഷ് ചെയ്തെടുക്കണം. ഇതെന്തോന്ന് തലേന്ന് പോണത്? ചേച്ചി കിട്ടില്ലല്ലോ. കുഞ്ഞു, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഞാൻ എൻ്റെ തല ഇന്ന് കഴുകിയതിൽ സന്തോഷമുണ്ട്. തല കഴുകിയതിൽ ഞാൻ അത്യധികം സന്തോഷിക്കുന്നു. കാരണം നമ്മളിപ്പോൾ അറിഞ്ഞതാണ്, അടുത്തിടെ ന്യൂസിൽ മഹാകുംഭമേളയെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. വർഷത്തിലൊരിക്കൽ, എനിക്ക് തോന്നുന്നു ഒരു 12 വർഷം 14 വർഷം എങ്ങാണ്ട് കൂടുമ്പോൾ നടക്കുന്ന ഒരു സംഭവമാണ്. അതുപോലൊരു സംഭവമാണ് നമ്മുടെ ഈ ട്രിവാൻഡ്രത്ത് നടന്നിരിക്കുന്നത്. പാറുക്കുട്ടിയുടെ ഞാൻ എന്റെ ചോദ്യം പിൻവലിക്കുന്നു. അതിൽ അത്യധികം സന്തുഷ്ടയാണ്. ഓക്കെ, വല്ലവരെ ഫോണൊക്കെ അടിച്ചു മാറ്റാൻ പോണുണ്ട്. ബ്യൂട്ടീഷ്യൻ കുഞ്ഞു നമ്മുടെ ബ്യൂട്ടീഷ്യൻ ചേച്ചിയാണ്. നമ്മുടെ ചേച്ചിയുടെ തല ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്, മാന്യത അത്യാവശ്യമായതുകൊണ്ട്. പിന്നെ എനിക്ക് ചെയറില്ലാത്തത് കൊണ്ട് ഞാൻ സാങ്കല്പിക പീഠത്തിൽ, അല്ല നമ്മള് ചെയർ ക്യാമറയുടെ മുമ്പിൽ വരണമല്ലോ, അതിനുവേണ്ടി ഞാൻ സാങ്കല്പിക പീഠത്തിൽ ഇരിക്കുകയാണ്. പറ, എങ്ങനെയുണ്ട്? സുഖം. എക്സ്പീരിയൻസ് പറയൂ. സൂപ്പർ. കൊള്ളാം കേട്ടോ. നിങ്ങളിവിടെ അടുത്തൊക്കെ ഉള്ളതാണെങ്കിൽ, അടുത്തല്ല ട്രിവാൻഡ്രത്തൊക്കെ എളുപ്പമാണ് കേട്ടോ. എളുപ്പമാണ് വരെ. പാലറിയുന്നുണ്ടോ ചേച്ചിയുടെ? അതാണ് കേട്ടോ, വൺ ടച്ച് ബ്യൂട്ടി പാർലർ ആണ്. പിന്നെ നമ്മുടെ പുന്നക്കുളം ജംഗ്ഷനിൽ തന്നെയാണ് കേട്ടോ, അതുകൊണ്ട് എളുപ്പമാണ് വരാനേ. വാഷ് ചെയ്തതിന് ശേഷം നമ്മുടെ ഹെയറൊക്കെ നന്നായിട്ട് ഡ്രൈ ആക്കണം. അപ്പോൾ സെക്കൻഡ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഹെയർ ഡ്രൈ ആക്കുന്നതാണ്. അതാണിപ്പോൾ നടക്കുന്നത്. ഇതേ ഇപ്പൊ പാറു വളരെ ദയനീയമായി വിളിക്കുന്നത് എന്താണെന്നോ? ഇവിടുത്തെ ചേച്ചി പറഞ്ഞ്, ബ്യൂട്ടീഷ്യൻ ചേച്ചി പറഞ്ഞ്, ഞാനൊരു കുരുവിക്കൂടാണ് ഇപ്പോൾ ഹാൻഡിൽ ചെയ്യുന്നതെന്ന്. ശരിക്കും ആ ഒരു ന്യൂസ് ചേച്ചിയിൽ നിന്ന് കിട്ടിയപ്പോൾ എനിക്ക് പെട്ടെന്ന് നിങ്ങളെ കാണണമെന്ന് തോന്നി. അതാണ് ഞാൻ പെട്ടെന്ന്, എനിക്കിപ്പോൾ ഒരു സമാധാനമായി. കുരുവിക്കൂടിനെ കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കേശു, തൻ്റേതായിട്ട് വല്ലതും ഉണ്ടോ കേശു? തനിക്ക് കിളിക്കൂടും മുടിയും. പാറു, ശരിക്കും നീ നോക്കും, മറ്റേ ആഫ്രിക്കയിൽ അവരെ പോലെ എന്നാലും അതിലുണ്ടൊരഴക്. എന്റെ മുടി കണ്ടോ നിങ്ങൾ? കണ്ടോ? ഇത്രയും മനോഹരമായ മുടി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല. കണ്ടിട്ടുണ്ടോ? കാരണം ഈ മനോഹാരിത ആരും ആഗ്രഹിക്കുന്നില്ല. ഓരോ സെക്ഷനായിട്ട് മുടിയെടുത്ത് സെഷൻ ക്ലിപ്പ് വയ്ക്കുകയാണ്. നിനക്ക് ഇംഗ്ലീഷ് അറിഞ്ഞൂടാ പാറു? ഇത് സെഷൻ ക്ലിപ്പ് എന്ന് പറയും കേട്ടോ. ഇതിപ്പോ നെക്സ്റ്റ് സ്റ്റേജ് ആണ്. തിക്നെസ് ഉണ്ടോ ചേച്ചി മുടിക്ക്? മുടിയൊക്കെ ഉണ്ട്.
മുടി കൊള്ളാം, പക്ഷെ എന്ത് ചെയ്യാൻ. എന്റെ ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ട്? എന്റെ തോർത്തൊക്കെ തണ്ടപ്പോൾ ടവല്. പിന്നെ എന്താണ് പറയാനുള്ളത്? ഒരു നല്ലൊരു ജ്യൂസും കിട്ടിയിരുന്നെങ്കിൽ. ഇതേ മുടി ക്രീം അപ്ലൈ ചെയ്യുകയാണ്. സ്മൂത്തനിങ് ക്രീം അല്ലേ ചേച്ചി? അതെ. ഇവിടെ ചേച്ചിയുടെ അടുത്ത് ഞങ്ങളിങ്ങനെ ഓരോ ടിപ്പുകളൊക്കെ പഠിക്കുകയാണ് കേട്ടോ. തള്ളി ഇവിടെ നോക്കിരുന്ന് അവൾക്ക് മുടി ചെയ്യുകയും വേണം. പാവം ആ ചേച്ചിയും ഞാനും ഈ സ്മെല്ലെല്ലാം സഹിച്ച് നിൽക്കുന്നു. എനിക്ക് ഇതൊന്നും ഇഷ്ടമല്ല ഗൈസ്. പിന്നെ എനിക്ക് എന്തോന്ന് പ്ലാൻ ചെയ്യാം. ദൈവമേ, എന്നാണ് ഇത്ര പുരോഗതി വന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ഇവിടെ ലെൻസിനെ കുറിച്ചുള്ള ക്ലാസ് ആണ് നടക്കുന്നത്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യം, കല്യാണത്തിന് ലെൻസ് വെച്ചാൽ സമാധാനമായി കരയാൻ പറ്റില്ല. അപ്പോൾ കരയണമെന്നുള്ളവർ ലെൻസ് ഉപയോഗിക്കാതിരിക്കുക. ഓക്കെ? എന്നുവെച്ചാൽ ഭയങ്കരമായിട്ട് അലറായിട്ട് തിരുമി കരയില് ജസ്റ്റ് നനച്ചോ കണ്ണ് അച്ഛനമ്മനെ കാണിക്കാൻ വേണ്ടി പയ്യെ കണ്ടോ? ഇപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഒരു കല്യാണത്തിന് പോലും എത്ര ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നതെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഇനിയിപ്പൊ പാറുവിന്റെ കല്യാണത്തിന് ഇങ്ങനെയൊക്കെ ആയിരിക്കും. അവള് ലേസ് വെച്ചിട്ട് ഇങ്ങനെ അയ്യോ അയ്യോ ഇങ്ങനെ ആക്കി എടുക്കും. നല്ല ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് കണ്ണടയ്ക്കുമ്പോഴത്തേക്ക് ലെൻസ് പുറത്തോട്ട്. അതെ, ഇതിപ്പോൾ ക്രീമൊക്കെ അപ്ലൈ ചെയ്തു. അതിൻ്റെ മാക്സിമം ഫിനിഷിങ്ങിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഫ്രണ്ടിൽ കുറച്ച് മുടിയേ ഉള്ളൂ കേട്ടോ. ഇതിപ്പോൾ ക്രീമൊക്കെ അപ്ലൈ ചെയ്തപ്പോൾ ഇതാണ് ഇതിൻ്റെ ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ. ആദ്യം പിന്നെ കുളിച്ചു, മുടിയൊക്കെ തോർത്തി ഡ്രയറൊക്കെ വെച്ച് ഉണക്കി ഇതേ ക്രീമൊക്കെ അപ്ലൈ ചെയ്യാണ്. ഇനി എന്തൊക്കെയാണ് ഹെവി ടാസ്ക്. ഇതിപ്പോൾ ക്രീമൊക്കെ തേച്ച് റെസ്റ്റ് ചെയ്യാണ്. കുറച്ച് സമയം റെസ്റ്റ് ഉണ്ടല്ലോ. അപ്പം നമുക്ക് ഇപ്പം ചാർജ് തീർന്നത് കൊണ്ട് കണക്ഷൻ കൊടുത്തിട്ടേക്ക്. അപ്പോൾ പിന്നെ ചേച്ചി വരുമ്പോൾ പാറുവിനെ ക്രീം അടിച്ചിട്ട് ഇറങ്ങിയിരിക്കുന്നു. അപ്പം നമ്മളിപ്പം ചാർജ് എനർജി ലോസ് ആയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മളിപ്പം ചാർജ് ഇവിടെ തന്നെ കുത്തിയിട്ട് ഓക്കെ. പാവം ഭയങ്കര വിശപ്പ് കേട്ടാ. കൊക്കോപ്പുഴുണ്ടോ പാറു? വിശപ്പിൻ്റെ അസുഖമുണ്ടോ പാറു? ചെറുതായിട്ട്. ആളിനെ കണ്ടപ്പോൾ മനസ്സിലായില്ല, ചെറുതായിട്ട് ലേശം. ക്രീം അപ്ലൈ ചെയ്തു. ഒരു 45 മിനിറ്റ്സ് കഴിഞ്ഞ് മുടിയെല്ലാം വീണ്ടും വാഷ് ചെയ്തു. വാഷ് ചെയ്തതിന് ശേഷം വീണ്ടും ഹെയർ ഡ്രൈ ആക്കുകയാണ് ചെയ്യുന്നത്. ഇനി വേറെ പഠിത്തരമേ വേണ്ട, കട്ടുറുമ്പ് നിർത്തിയിരിക്കുന്നു. മുട്ടോളം കേറിയല്ലോ ചോരനുറുമ്പ്, തട്ടിയിട്ടും പോകുന്നില്ല, മുട്ടിയിട്ടും പോകുന്നില്ല. ഉറുമ്പിന് ഏത് ബസ്സാണ് മുട്ടണത്? ബിസിനസ് മൈൻഡോടെ ആണെങ്കിൽ നമുക്ക് അതൊന്നും നോക്കേണ്ട കാര്യമില്ല. അങ്ങനെ നമ്മൾ നീട്ടി അവസാനം അങ്ങ് നീണ്ടിട്ടുണ്ട് ഗായ്സ്. ഫൈനൽ സ്റ്റേജിലോട്ടാണ് കടക്കുന്നത്. ബാക്ക് പോർഷൻ കാണിച്ചു തരാവേ. ആക്ച്വലി അന്ന് എനിക്ക് അവരെങ്ങനെയാണെന്ന് ചെയ്തേ, ഫ്രണ്ടിലോട്ട് അങ്ങ് ഇട്ട് കളഞ്ഞ്. അപ്പൊ ഉണ്ടല്ലോ സംഭവം എനിക്ക് കണ്ടുകൂടാ. ദേഷ്യം വന്നേട്ടാ, ഇതുപോലെ ഒന്നല്ല എനിക്കൊന്ന് ഇത്തിയായിട്ട് വീട്ടിൽ പോയാൽ മതിയായിരുന്നു. എത്ര സമയമായി പാറു. എന്നിട്ട് ചീപ്പൊക്കെ കൊണ്ട് അങ്ങ് എത്തി വലിച്ചിട്ട് വേദനിപ്പിച്ച് എന്നെ അങ്ങ് വേദനിപ്പിച്ചു. കഴിഞ്ഞ തവണ ചെയ്തപ്പോ ആദ്യം പിന്നെ കുറച്ചുകൂടെ കുക്കിന് മുടിയല്ലേ. ഓഹ് നല്ല വേദനിച്ചു എനിക്ക്. ഇനി ഫ്രണ്ടിൽ കുറച്ച് മുടി മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മുടെ സ്മൂത്തനിങ് പ്രോസസ്. ആൻഡ് ഇപ്പം മുടി വേർക്കാൻ പാടില്ലല്ലോ. അതെ, വേർക്കാതിരുന്നാൽ നല്ലതാണ്. മുടി വേർക്കും. അതെങ്ങനെയാ? തല വേർക്കുമ്പോ മുടി കെട്ടി വെക്കാൻ പറ്റില്ല. തല വേർക്കും, അപ്പൊ നനവ് പറ്റും. അപ്പൊ ഒരിത് പോകും, വളവ് വരും. ആ കൊച്ചുങ്ങൾക്ക് അത് വല്ലാത്ത വളവല്ലേ. അത് പക്ഷെ ബാക്കിൽ ഈ നല്ല വളവ് ഇവിടെയാണ് വളവല്ല. ഫ്രണ്ടും സൈഡും കുഴപ്പമില്ല. അപ്പം ഈ കിടന്നപ്പോഴെന്തോ പറ്റിയതാണ് കേട്ടോ. തലേണയുടെ ബാക്കിലോട്ടിട്ട് കിടക്കാൻ ഞാൻ പറഞ്ഞാണ് വിട്ടത്.
ആന്റിയുടെ ഇങ്ങനെ കിടക്ക കുഞ്ഞു കണ്ടില്ലേ കുഞ്ഞമ്മയുടെ ഹെയറിന്റെ താഴെ പോലെ സൈഡ് നല്ല പോലെ സൈഡ്. അപ്പൊ ആന്റി ഇല്ല ക്ലിപ്പ് വെക്കുമ്പോ ഇങ്ങനെ വരും. എന്റെ ഈ മുടിയില്ലേ, അങ്ങനെ മുടിയൊക്കെ ഹീറ്റ് ചെയ്ത് ഏകദേശം എല്ലാം ഫിനിഷായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പോയതൊരു 3 മണിക്ക് പോയതാണ്. കഴിഞ്ഞപ്പോൾ 6:30 മണിയൊക്കെ ആയി. അത്രയും സമയം ഞാനങ്ങനെ ഇരുന്ന് ടയേർഡായി. പിന്നെ ഞാൻ എൻ്റെ കോപ്രായങ്ങളൊക്കെ കാണിച്ചു. എങ്ങനെയും സമയം പോണ്ടേ. അപ്പോഴേക്കും അവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. സോ ദാണ്ടേ ഇതാണ് നമ്മളുടെ ഹെയറിന്റെ സ്ട്രക്ചർ. ഇങ്ങനെ കാണിച്ചു തുടങ്ങുമ്പോ ഇത് കണ്ടോ, നല്ല അവിടെ നിന്നാ പറ്റത്തില്ല കേട്ടോ. ഫ്രണ്ടിലോട്ട് ഇതാണ് നമ്മുടെ ഇത്ര ലെങ്ത് കാരണമുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഇനി അടുത്ത വീഡിയോയിൽ എന്നെ മുടി പിരിച്ചിട്ട് കാണാം ഗൈസ്, കാണാം. ഇതാണ് ഇതിപ്പോ ഇഷ്ടപ്പെട്ടതിന്റെ ഇളക്കമാണ്, പിന്നെ മയക്കമാണോ? ഇനി കണ്ടോ മുടിയൊക്കെ ചെയ്ത് സൂപ്പറാക്കി കൊടുത്ത് ഇനി ഇവളുടെ തള്ളു കണ്ട് കുഴപ്പമില്ല, പാവല്ലേ, കുറച്ച് ദിവസം അടിച്ചു പൊളിക്കട്ടെ അല്ലേ. എന്തായാലും ഇതാണ് നമ്മുടെ സ്മൂത്തനിങ് കേട്ടോ. അതിൻ്റെ ഫൈനൽ റിസൾട്ട് പ്രതീക്ഷിച്ചതിലും സൂപ്പറാണ് കേട്ടോ. എന്തായാലും ഞങ്ങൾക്ക് സന്തോഷമായി. ബ്യൂട്ടി പാർലറും ചെയ്തതും വർക്കെല്ലാം ഇഷ്ടമായി. ഇനി ഞങ്ങള് കസ്റ്റമർ ഹാപ്പിയാണ്, അതാണല്ലോ നമുക്ക് മെയിൻ. ഓക്കെ, അതെന്തായാലും ഓക്കെ ആണ്. നല്ല സൂപ്പർ ആയിട്ടുണ്ട്. ബൈ ബൈ. അപ്പൊ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ. ഇവളെപ്പോഴും വിളിക്കൂല ബൈ ബൈക്ക്. ഇവക്ക് ഞാൻ പറയില്ല, ഇനിയിപ്പോ മുടിയും കൂടെ ചെയ്തുകൊണ്ട് എന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ കിട്ടില്ല. തുള്ളലായിരിക്കും, തുള്ളൽ. അപ്പൊ ബൈ ബൈ.